MP തട്ടിക്കേറി പോലീസിന് നേരെ കയ്യേറ്റം നടത്തുന്ന സമീപനം കാണിച്ചു. വളരെ കൃത്യമായിട്ട് അത് കണ്ടതാണെല്ലാവരും. UDFകാരുടെ കയ്യിൽ കൊടിയല്ല കണ്ടത്, വടിയാണ് കണ്ടത്. അതേപോലെ കല്ലുകൾ കണ്ടു. ഇതെല്ലാം പേരാമ്പ്ര ടൗണിലെ സംസാര വിഷയമാണ്. 1.5 മണിക്കൂർ നേരം MP-യെ കാത്തുനിന്നു പ്രകടനം തുടങ്ങാൻ. ഷാഫി പറമ്പിലിനെ കാത്തുനിന്ന് 1.5 മണിക്കൂറിന് ശേഷമാണ് അവർ പ്രകടനം ആരംഭിക്കുന്നത്. പ്രകടനം ആരംഭിച്ച് ഒരു 4 അടി മുന്നോട്ട് വരുമ്പം പ്രകടനം പോലീസ് ബാരക്കേഡ് നിശ്ചയിച്ച സ്ഥലത്ത് എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ പോലീസ് മേധാവിയോട് സംസാരിച്ച് കുറച്ച് നിങ്ങൾ പുറകോട്ട് പോകണം, ഞങ്ങൾ അണികളെ ഒന്ന് സമാധാനിപ്പിക്കാനാണ്, ഒരു 1-2 മീറ്റർ നിങ്ങൾ പുറകോട്ട് പോകണം എന്ന് പറഞ്ഞാൽ പോലീസ് പുറകോട്ട് പോയി. പുറകോട്ട് പോയ സന്ദർഭത്തിൽ MP തട്ടിക്കേറി പോലീസിന് നേരെ കയ്യേറ്റം നടത്തുന്ന സമീപനം കാണിച്ചു. വളരെ കൃത്യമായിട്ട് അത് കണ്ടതാണെല്ലാവരും. വടകര DYSP ആ DYSPയുടെ മടിയിൽ അവരുടെ ഇങ്ങനെ ബെൽറ്റിനകത്ത് നിർത്തിയിരുന്ന ഗ്രനേഡ് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നപ്പോൾ ആ ഗ്രനേഡ് പൊട്ടി DYSPക്ക് സാരമായ പരിക്കേറ്റു. അവിടെ പിന്നെ പോലീസുമായിട്ടുള്ളൊരു യുദ്ധം നടത്തുന്ന രീതിയാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പോലീസ് പിന്നീട് ലാത്തി പിടിച്ച് അവരെ തള്ളി നീക്കാൻ വേണ്ടി ലാത്തി പിടിച്ചു. ആ സമയത്തുള്ള തള്ളലിലാണ് MP-ക്ക് പരിക്കേറ്റതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പരിക്കെന്ന് പറഞ്ഞാൽ മൂക്കിന് ചെറിയൊരു പരിക്കുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ അവിടെ നടന്നത് MP-യുടെ കയ്യേറ്റാണ്. അത് ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നാട്ടുകാരോടും പത്രമാധ്യമങ്ങളോടെല്ലാം പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി, ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണെങ്കിൽ ജനപ്രതിനിധിയാണ്, ആ ജനപ്രതിനിധിയെ കയ്യേറ്റം നടത്തിയ സംഭവം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പം അതിനെ സമാധാനിപ്പിക്കാനും അതിൽ ഖേദം രേഖപ്പെടുത്താനും ബാധ്യതപ്പെട്ട ഒരു വലിയ ജനപ്രതിനിധി, അദ്ദേഹം MP UDFന്റെ MP അല്ല, MP ഈ ജില്ലയുടെ പകുതി ഭാഗം പ്രതിനിധാനം ചെയ്യുന്ന വടകര MP-യാണ്. അദ്ദേഹത്തിന് ഞങ്ങളെ ബന്ധപ്പെട്ട് സംസാരിച്ച് സമാധാനം ഉണ്ടാക്കേണ്ട അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹം വരുന്നത് വരെ UDF പ്രവർത്തകർ അനങ്ങാതിരിക്കുകയാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് അവിടെ ഈ കയ്യേറ്റവും പോലീസിന് നേരെയുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തിയത്. ആ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും ഞാൻ ഈ ഒരു പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുന്നില്ല. ഏതായാലും വളരെ മോശമായ ഒരു സമീപനമാണ് അവിടെ ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കും ആക്ഷേപമില്ല, ആർക്കും ഉണ്ടാവാൻ ഇടയില്ല. കാരണം ഞങ്ങൾ UDFന്റെ പ്രകടനത്തിലേക്ക് പോയിട്ടില്ല. MP-യെ ബന്ധപ്പെട്ട് MP വന്നതിനെ കൊണ്ട് MP-ക്കെതിരായി ഒരു പ്രതിഷേധം പറയാൻ തയ്യാറായിട്ടില്ല, ഒന്നും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇത് പോലീസിനെതിരായുള്ള ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്ന സമീപനം ഉണ്ടായത്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഇന്നലെ പേരാമ്പ്ര സംഭവിച്ചിട്ടുള്ളത്.